What's up guys, welcome back to my video. ഇതപ്പോൾ എൻ്റെ വണ്ടി CB യൂണിക്കോൺ 160 BS3 വണ്ടിയാണ്. 150ക്ക് ശേഷം 160 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറക്കിയിരുന്നു. ഇതധികം വിജയിച്ചൊന്നുമില്ല, വണ്ടി ഫ്ലോപ്പായിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പോൾ കമ്പനി എനിക്ക് വെച്ച് തന്ന ഹാൻഡിലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് എനിക്ക് കമ്പനി വെച്ച് തന്ന ഹാൻഡിൽ. ഇതൊരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ വന്ന വണ്ടിയായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഹാൻഡിലാണ്. ഇത് നോർമലി ഒരു യു ഹാൻഡിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ പാഷൻ പ്ലസ്, സ്പ്ലെൻഡർ പ്ലസിനൊക്കെ പോലെ കാണാൻ അത്ര ലുക്കില്ല എന്നുള്ളൂ. കംഫർട്ടായിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ മാറ്റം വരുത്തിയിട്ട് ഞാൻ ബാർ ഹാൻഡിൽ വെച്ചു. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ശേഷമുള്ള ക്ലിപ്പിൽ ആ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത്, ഇത് ഏകദേശം 3.5 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ ആ കട്ടിങ് വരുന്നത് 3.5 ഇഞ്ചും ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, എൻഡ് ടു എൻഡ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 27 ഇഞ്ചാണ്. അത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കാഴ്ച ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. 27 ഇഞ്ചാണ് എൻഡ് ടു എൻഡ് ഇതിൻ്റെ വീതി വരുന്നത്. അതിന് ശേഷമാണ് ഞാൻ ബാർ ഹാൻഡിൽ വെച്ചത്. അപ്പോൾ ഇത് കംഫർട്ടായതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാണാനുള്ളൊരു ലുക്ക് വൈസിൽ നമുക്ക് ഒരു ഹാൻഡിൽ മാറ്റണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അങ്ങനെ ഞാൻ ബാർ ഹാൻഡിൽ വെച്ചു. അത് ഞാനിപ്പോൾ കാണിച്ചു തന്ന ഒരു ഹാൻഡിലിന് ശേഷം ഞാൻ പിന്നെ ഉപയോഗിച്ചത് ഈ ഒരു ബാർ ഹാൻഡിലാണ്. ഇത് ഏകദേശം 31.5 ഇഞ്ച് വീതിയുണ്ട്. എൻഡ് ടു എൻഡുള്ള വീതിയാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് 3.5 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ വണ്ടിയിലെ ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ എല്ലാതും കറക്റ്റായിരുന്നു. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വൈഡാണ് ഹാൻഡിൽ. നമ്മുടെ ബുള്ളറ്റിനൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഹാൻഡിലാണ്. നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നല്ല കംഫർട്ടായിരുന്നു. പക്ഷേ ചെറിയ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു 80+ പോകുമ്പോൾ, 80 അല്ലെങ്കിൽ ഒരു 90 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ നേരം കണ്ടിന്യൂസ് ഓടിച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് ഒരു തരിപ്പ് വരും. അത് ശരിക്ക് അന്ന് കമ്പനി തന്ന ഹാൻഡിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബാർ ഹാൻഡിൽ വെച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു ഇഷ്യൂ, കൈ ഇങ്ങനെ തരിക്കുന്ന ഒരു ഫീല് നമുക്ക് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ കൈൻ്റെ കുഴയ്ക്കൊക്കെ ഒരു ചെറിയ വേദനയൊക്കെ വരാൻ തുടങ്ങി കുറേ നേരം ഓടിച്ച് കഴിയുമ്പോൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഹാൻഡിൽ പിന്നെ നമ്മൾ ജിക്സറിൻ്റെ ഹാൻഡിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ ഹാൻഡിൽ ബാർ ഏകദേശം 440 ഒരു വിലയുണ്ട്. ജിക്സറുള്ള ഹാൻഡിലിനേക്കാൾ 1 ഇഞ്ച് ഓരോ സൈഡിലേക്കും. അതിന് ശേഷം ഞാൻ പിന്നെ ബാർ ഹാൻഡിൽ വെച്ചു. ബാർ ഹാൻഡിലിന് ശേഷം പിന്നെ ഞാൻ വെച്ച ഹാൻഡിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് സുസുക്കി GIXXER SF-ൻ്റെ ഒറിജിനൽ ഹാൻഡിലാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ഇഞ്ചോളം ഇതിൻ്റെ വീതി ഉണ്ടാവും. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 2 ഇഞ്ചേ ഉള്ളൂ. 2 ഇഞ്ച് ഏകദേശം 2 ഇഞ്ച് കഷ്ടി, 2 ഇഞ്ച് കറക്റ്റ് പറയാം നമുക്ക്. ഏകദേശം 2 ഇഞ്ച് കാണും. അതുപോലെ തന്നെ ഇത് കുഴപ്പമില്ല. അപ്പോൾ മറ്റേ ഹാൻഡിൽ കുറച്ച് ഓടിക്കാനുള്ള അൺകംഫർട്ട് വന്നതുകൊണ്ടാണ് അത് മാറ്റാനിടയായത്. അപ്പോൾ ഇത് ഓടിക്കാനും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ടൂറിങ് ഹാൻഡിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഹാൻഡിൽ വെക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ വൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്കാണ്. വെച്ചാൽ ഹാൻഡിൽ ഷോർട്ടായപ്പോൾ നമ്മുടെ ഇരിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി കാലൊക്കെ കയറ്റി വെച്ച് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പുറം ബെൻഡാവാനുള്ള ഒരു സാധ്യതയല്ല, ഇത്തിരി ഇത് കൂടുതലാണ്. അപ്പോൾ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയാൽ ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ അത് എന്നോട് യൂസ്ഫുള്ളായി. അപ്പോൾ ഇതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഹാൻഡിൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആയതുകൊണ്ടാണ് ഈ ഹാൻഡിൽ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാനിതിൻ്റെ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ അന്വേഷിച്ചു. അത് 1000+ ആണ്. RTR 160യുടെ ഹാൻഡിൽ അന്വേഷിച്ചു. അത് 1100 ആണ്. അതുപോലെ ഡൊമിനോർ ഒക്കെ 1000 രൂപ 1500 രൂപ ആ റേഞ്ചിലാണ് ഹാൻഡിലിൻ്റെ വില പറയുന്നത്. പിന്നെ വില ഏകദേശം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയത് ഈ ഒരു ഹാൻഡിലാണ്. ഇത് ഏകദേശം 440 രൂപയ്ക്ക് നമുക്ക് കിട്ടി. ഒറിജിനൽ സുസുക്കിയുടെ ഇതെല്ലാ ഷോറൂമിലും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിന്
ഞാൻ മേടിച്ചത് ഇവിടെ ഒരു ആദിത്യ ഓട്ടോ പാർട്സിൽ നിന്നാണ് മേടിച്ചത്. ഒറിജിനൽ ഡീലറാണ് അവരുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, സാധനം അപ്പോൾ തന്നെ എടുത്തു തന്നു. അതുപോലെ തന്നെ ഞാൻ എക്സ്പൾസിൻ്റെ ഹാൻഡിൽ അന്വേഷിച്ചിരുന്നു. എക്സ്പൾസിൻ്റെ ഹാൻഡിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പൾസിൻ്റെ ഇപ്പോൾ ഈ ഹാൻഡിലിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കർവ് ഉണ്ട്, ചെറുതായിട്ടൊരു കർവ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്ന പോലെ ഒരു കർവ് ഉണ്ട്. പക്ഷേ എക്സ്പൾസിന് ആ ഒരു കർവ് ഇല്ല. എക്സ്പൾസിൻ്റെ ശരിക്കും ഇങ്ങനെ സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ ഇരിക്കുന്ന ആൾ ഒന്നുകൂടി ഇങ്ങോട്ട് വീണ് കിടക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും ഓടിക്കാനൊക്കെ ആയിട്ട്. പുറം കഴപ്പൊക്കെ ദൂര യാത്രകളിൽ പുറം കഴപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് എക്സ്പൾസിൻ്റെ ഹാൻഡിലിന് വെറും 350 രൂപയുള്ളൂ കേട്ടോ. GST അടക്കം വെറും 350 രൂപയുള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോൾ. പക്ഷേ നമുക്കതിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ ആ ഒരു ഷേപ്പാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. മാത്രമല്ല എക്സ്പൾസിൻ്റെ ഹാൻഡിൽ ബാർ 30 ഇഞ്ചോളം ഉണ്ട്. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിൽ നമ്മൾ അളന്ന് നോക്കിയപ്പോൾ 30 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ വെച്ചതിന് ശേഷം ഓടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും കേബിൾസിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ വേറൊരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് കുറച്ച് പേർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹാൻഡിൽ ശരിക്കും ഒന്ന് റേസ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഈ ഒരു യു ഷേപ്പ് കുറവാണല്ലോ. ഈ യു ഷേപ്പ് കുറവായതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ ഇതിവിടെ തട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആ പെട്രോൾ ടാങ്കുമ്പോൾ തട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് തട്ടുന്നതുകൊണ്ട് 2 ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. ഒന്ന്, ഇത് വണ്ടി ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം ഹാൻഡ് ലോക്ക് ചെയ്യാൻ. ആ ലോക്കിൻ്റെ പൊസിഷനിലേക്ക് എത്തുന്നില്ല, അപ്പോഴേക്കും ഇവിടെ തട്ടി നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സ്ഥലത്ത് ഫുള്ളായിട്ട് നമ്മൾ യു അടിച്ച് പെട്ടെന്ന് കുത്തി തിരിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഇത് തട്ടുന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 2 ഒരു പ്രശ്നമാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. അപ്പോൾ ഇതും സോൾവ് ചെയ്യണം. ഇപ്പോൾ റൈറ്റ് തിരിച്ചാലും അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ തട്ടി. അപ്പോൾ നമുക്ക് തിരിക്കാൻ പറ്റില്ല, ഇതാണെങ്കിൽ തട്ടി തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിനുള്ളൊരു പോംവഴി കണ്ടിട്ടുണ്ട്. ഈ ഹോൾഡർ ഉണ്ടല്ലോ, ഈ ഹോൾഡർ റേസ് ചെയ്യുക. ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ ഹോൾഡർ റേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡ്യൂക്ക് അതുപോലെ തന്നെ ഡൊമിനോറിൻ്റെ ഹോൾഡറൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ അഡീഷണൽ ഹോൾ ഇടണം. അതിൻ്റെ ഹോളും ഇതിൻ്റെ ഹോളും ഇത് ഓൾറെഡി കമ്പനി ഇട്ട് തന്ന ഹോളാണല്ലോ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹോൾ ഉള്ളപ്പോൾ പിന്നെ വേറെ ഹോൾ ലൈറ്റിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കമ്പനി തന്നെ കറക്റ്റ് അളവിന് നമുക്ക് ഹോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റേസ് ചെയ്യാനായിട്ട് ആഫ്റ്റർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഒറിജിനൽ കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ ബൈക്കുകളുടെ തന്നെ ഒറിജിനൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ തന്നെ. അത് വന്നിട്ടില്ല. അത് ഏകദേശം 10 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ഈ ഒരാഴ്ച, അടുത്ത ആഴ്ചയിൽ തന്നെ അത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹാൻഡിൽ റേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അത് ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ഏകദേശം 3 ഇഞ്ചോളം ഹൈറ്റ് വരും. അപ്പോൾ ഈ റേസർ മാറ്റിയിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ 3 ഇഞ്ച് വരുമ്പോൾ ഈ തട്ടുന്ന പ്രശ്നമൊക്കെ സോൾവ് ആവും. മാത്രമല്ല ഓടിക്കാൻ നല്ല കംഫർട്ടും ആവും. നമ്മളിപ്പോൾ വീണ് കിടന്ന് ഓടിക്കുന്ന ആ ഒരു ബെൻഡ് അങ്ങനെയുള്ള ഒരു ഇഷ്യൂസൊക്കെ പോയി നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും. അപ്പോൾ ലുക്ക് വൈസും കാണാനായിട്ട് നമുക്ക് നല്ല ഒരു ലുക്ക് വൈസും കിട്ടും. ഒരു ടൂറിങ് ഹാൻഡിലും ആവും, ഓടിക്കാൻ കംഫർട്ടും ആവും. അപ്പോൾ അത് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ കണ്ണിന് ചെറിയ കണ്ണിക്കേടായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഫ്രെയിമിൻ്റെ മുമ്പിൽ വരാത്തത്. കണ്ണിക്കേട് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഞാനത് ഫിക്സിങ് അതുപോലെ തന്നെ വീഡിയോ എടുത്ത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്തത്. ഞാനൊരു ദിവസം പണി പഠിച്ചിട്ട് കുറേ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ പറ്റാണ്ട് കയ്യിൽ പെട്ടു. അവസാനം അനിയൻ്റെ പേര് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് തലയൂരാ ചെയ്തത്. അവൻ ചെയ്തത് പണി പഠിച്ചതാന്ന് പറഞ്ഞിട്ട്, സത്യത്തിൽ ഞാനത് ചെയ്തത്. അപ്പോൾ അത് കാരണമാണ് പിന്നെ ഞാൻ ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ജോലി തിരക്ക് കാര്യങ്ങളായതുകൊണ്ട് ഇത് അവർ അഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ അഴിച്ച് മാറ്റുന്ന വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അത് നിങ്ങൾ അടുത്ത ആഴ്ച തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.